അടിപൊളി ചിക്കൻ ബിരിയാണി. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ വറുത്ത എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് സവോള ഇട്ടിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആയി എന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് മിക്സായി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗരം മസാലയും മുളക് പൊടിയും ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതെല്ലാതും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഏകദേശം 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിനയിലയും ചേർത്ത് ഇളക്കിയതിന് ശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തത് തൈര് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഒക്കെ മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനുള്ള ഒരു സമയം കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്കായ പിന്നെ ഒരു ബേ ലീഫും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലോട്ട് പച്ചമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ഗ്ലാസ് വെള്ളം അതിൻ്റെ ഒപ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. ആ അളവിലാണ് ഞാൻ എപ്പോഴും റൈസ് ഉണ്ടാക്കുക. എപ്പോഴും റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അടിയൊന്നും പിടിക്കാറില്ല. ഒരു വിസിൽ വന്ന് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ എടുത്ത് കളയും. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഒന്ന് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലെയർ ചെയ്യാണ്. ആദ്യം കുറച്ച് ചിക്കൻ്റെ മസാലയും അതിനുശേഷം ചോറും പിന്നെ ചിക്കനും അങ്ങനെ ലെയറിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ബിരിയാണി നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.